നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്ത് നിന്നും ഓം ബിർളയെ മാറ്റി അദ്ദേഹത്തിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കമാണ്. രണ്ടാമതും തുടർച്ചയായി അദ്ദേഹം സ്പീക്കർ പദവിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് അല്പമെങ്കിലും നിരാശയാണ് തോന്നിയത്. കാരണം ഇത്രയും ശക്തമായ പ്രതിപക്ഷ പ്രാതിനിധ്യമുള്ളൊരു സഭ നിയന്ത്രിക്കുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പ്രത്യേകിച്ചും 2019-24 കാലഘട്ടത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ പ്രതിപക്ഷ പാർട്ടികളെ ചെറുതായി ഒന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് ഇപ്പോൾ ഇതര പാർട്ടികളിലെ എംപിമാർ, അതിൽ എടുത്തു പറയേണ്ടത് തൃണമൂൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് സഖ്യത്തിൻ്റെ ഭാഗമായി വരുന്ന വിമത എംപിമാരിൽ ഒരാളെ ലോക്സഭയിലെ സ്പീക്കറാക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ ഒരു വൃത്തികെട്ട കളി BJP കളിക്കുകയാണ്. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം വിമത എംപിമാരിൽ അത് തൃണമൂൽ കോൺഗ്രസ് ആയിക്കോട്ടെ, ശിവസേന ഉദ്ധവ് വിഭാഗമായിക്കോട്ടെ, NCP ശരത് പവാർ വിഭാഗത്തിൽ 4 എംപിമാർ ഉണ്ട് എന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് ഇവരുടെ ഈ തരം താഴ്ന്ന കളി എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഇതിൽ ചിലരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കം, അത് എന്തിനു വേണ്ടിയാണ്? വാസ്തവത്തിൽ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന ഒരു വാക്കുണ്ടല്ലോ, ഗീതോപദേശം ഭഗവാൻ കൃഷ്ണൻ നൽകുന്നത് പോലുള്ള ഒരു വാചകമാണ്. അതാണ് ഇവിടെ ഒരു ആപ്തവാക്യം പോലെ എടുത്തിരിക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയോ അല്ലെങ്കിൽ സമകാലിക വിഷയം, അതായത് E20 പെട്രോളുമായി ബന്ധപ്പെട്ട് അതിൽ മായം കലർത്തി, എത്തനോൾ കലർത്തി ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്നതോ എന്തോ ആകട്ടെ, ഈ വിഷയങ്ങളിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് രാജ്യത്ത് ഏതൊരു ബില്ലും സുഗമമായി പാസ്സാക്കിയെടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം, അതിന് കൃത്യമായി നരേന്ദ്രമോദിക്ക് പാവയെ പോലെ ഇരുന്നു കൊടുക്കുന്ന ഒരു സ്പീക്കറെ വേണം. രാജ്യസഭയിൽ CP രാധാകൃഷ്ണൻ്റെ കാര്യം ഏകദേശ തീരുമാനമായിരിക്കുകയാണ്. മുൻപ് ജഗദീപ് ധൻഖറിനുണ്ടായ അതേ ദുരനുഭവം CP രാധാകൃഷ്ണനും ഉണ്ടായേക്കാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അമിത്ഷായെ ചൊടിപ്പിച്ചിരിക്കുന്നു. അമിത്ഷായെ സഭയിൽ വിളിച്ചു വരുത്തണമെന്ന് പറയുന്നു. ഇതിനെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് ജസ്റ്റിസ് ലോയ പണ്ട് ഗുജറാത്തിൽ അമിത്ഷായെ വിളിച്ചു വരുത്തണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തെക്കുറിച്ച്, ദുരൂഹ സാഹചര്യത്തെക്കുറിച്ചാണ് ആളുകൾ ഓർമ്മിപ്പിക്കുന്നത്. ഇത് അമിത്ഷായുടെ കാര്യമായതുകൊണ്ട് തന്നെ ഒന്നും പറയാനാകില്ല എന്ന് എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗോടുകൂടി അത്തരത്തിൽ വാർത്ത പ്രചരിപ്പിക്കുന്നത്? ലോക്സഭാ സ്പീക്കറുടെ കാര്യത്തിൽ വീണ്ടും ഒരു നിർണായക വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് ഭേദഗതികൾക്ക് വേണ്ടിയും സുപ്രധാനമായിട്ടുള്ള ബില്ലുകൾക്ക് വേണ്ടിയും ഒക്കെയുള്ള തീരുമാനമാണ്. ഓം ബിർള അവരുടെ വിശ്വസ്തൻ തന്നെയാണ്. ഓം ബിർളയ്ക്ക് ആ ജോലി BJP ഉദ്ദേശിക്കുന്നേക്കാൾ നന്നായിട്ട് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ അറിയാം. എന്നാൽ BJPക്ക് അതിനേക്കാൾ പ്രധാനം എന്നത് പ്രതിപക്ഷ എംപിമാരെ കൂടി വിശ്വാസത്തിലെടുക്കാൻ എന്താണ് പരിപാടി? കോൺഗ്രസ് ഇതര എംപിമാരെ കോൺഗ്രസിൽ നിന്ന് ഭിന്നിപ്പിക്കണം. അതിനുള്ള വഴിയാണിപ്പോൾ ഈ സ്പീക്കർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്നത്.